أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, ഇന്നലെ നാം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് ഇമാമും മഅ്മൂമും തമ്മിൽ മോശമായ രൂപത്തിലുള്ള ഒരു മുഖാലഫത്ത്, ഒരു എതിരാവൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇമാമ് ഒരു പ്രധാനപ്പെട്ട സുന്നത്തി എടുക്കുകയും മഅ്മൂമ് അത് ഉപേക്ഷിക്കുകയും ചെയ്താൽ അവിടെ തുടർച്ചയെ ബാധിക്കും. അല്ലെങ്കിൽ ഇമാമ് ഉപേക്ഷിച്ച ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം മഅ്മൂമ് ചെയ്താൽ അവിടെ തുടർച്ചയെ ബാധിക്കും എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കുന്നതിൻ്റെ ആകെ ഒരു ടോട്ടൽ പറയുകയാണെങ്കിൽ, ഇമാമും മഅ്മൂമുമായി നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിനേക്കാൾ മഅ്മൂമ് പിന്തുവാൻ പാടില്ല. ഇദാ റകഅൽ ഇമാമു ഫർകഉ, ഇമാമു റുക്കൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും റുക്കൂ ചെയ്യൂ. വൈദാ സജദ ഫസ്ജുദു, ഇമാമു സുജൂദ് ചെയ്താൽ നിങ്ങളും സുജൂദ് ചെയ്യൂ. അങ്ങനെ ഇമാമിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നു, ഇമാമും മഅ്മൂമും തമ്മിൽ പിന്തൽ പാടില്ല. ഇമാമിനേക്കാൾ മഅ്മൂമ് ഫിഅലിയൈനിയായ രണ്ട് റുക്കിനേക്കാൾ ഒരു കാരണവും കൂടാതെ പിന്താൻ പാടില്ല. എന്നാൽ കാരണമുണ്ടെങ്കിൽ ദൈർഘ്യമുള്ള തൊവീലായ 3 റുക്കിനുകളെ കൊണ്ട് പിന്താം. ഇതാണ് പിന്തൽ അനുവദനീയമാണ്. ഒരു ഉദ്ർ ശറഅ് അനുവദിക്കുന്ന ഒരു കാരണമുണ്ടെങ്കിൽ 3 റുക്കിന് വരെ പിന്താം. ഇതൊന്നും എന്തിൽ പെടൂല? തുടർച്ചയെ ബാധിക്കുകയില്ല എന്ന് ആണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുന്നതിൻ്റെ ആകെ ടോട്ടൽ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടക്കാം. വഅദമു തഖല്ലുഫിൻ അൻ ഇമാമിൻ ബിറുക്നൈനി ഫിഅലിയൈനി വമിൻഹ, ആ ഖുദുവത്തിന്റെ നിബന്ധനകളിൽ പെട്ടതാണ് അദമു തഖല്ലുഫിൻ, പിന്താതിരിക്കൽ, പിന്തുക എന്നുള്ളത് ഇല്ലാതിരിക്കണം. അൻ ഇമാമിൻ, ഇമാമിനെ തൊട്ട് പിന്താതിരിക്കൽ, ബിറുക്നൈനി ഫിഅലിയൈനി, ഫിഅലിയൈനിയായ 2 റുക്നിനെ തൊട്ട്. 2 വിധത്തിലുള്ള റുക്നുകളാണുള്ളത്. ഖൗലിയായിരിക്കുന്ന റുക്കുനും ഫിഅലിയായിരിക്കുന്ന റുക്കുനും ഒരൊറ്റ ഖൽബിയായ റുക്കുനുണ്ട്, നിയ്യത്ത് മാത്രമാണ് ഖൽബിയായ റുക്കുന്. ബാക്കിയുള്ള റുക്കുനുകളൊക്കെ ഒന്നുകിൽ ഫിഅലിയായിരിക്കും അല്ലെങ്കിൽ ഖൗലിയായിരിക്കും. ഫാത്തിഹ ഓതൽ, അത് നമ്മൾ വാക്ക് കൊണ്ട് ചെയ്യേണ്ട ഒരു റുക്കനാണ്. അപ്പം അത് ഖൗലിയായ റുക്കനാണ്. അത്തഹിയാത്ത് ഓതുക എന്ന് പറയുന്നത് ഖൗലിയായ റുക്കനാണ്. അവസാനത്തെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറയുന്നത് ഖൗലിയായ റുക്കനാണ്. സലാം വീട്ടുക എന്ന് പറയുന്നത് ഖൗലിയായ റുക്കനാണ്. ഇങ്ങനെ ഖൗലിയായ റുക്കനുകളിൽ അല്ല, മറിച്ച് ഫിഅലിയായ റുക്കനുകളിൽ ഇമാമിനേക്കാൾ പിന്താതിരിക്കുക, അത് തുടർച്ചയുടെ നിബന്ധനയാണ്. അതന്നെ എങ്ങനെ? മുത്തവാലിയൈനി താമൈനി, തുടർച്ചയായിട്ടുള്ള 2 ഫേലിയായ റുക്കനുകൾ. അപ്പം നിസ്കാരത്തിൻ്റെ തുടക്കത്തിലൊന്നിലും പിന്തി, അവസാന ഭാഗത്ത് ഒരു ഫേലിയായ റുക്കനിലും പിന്തിയതുകൊണ്ട് നിസ്കാരത്തിൻ്റെ തുടർച്ചയെ ബാധിക്കുകയില്ല. അതുപോലെ തന്നെ താമൈനിയാകണം, ഒരു റുക്കിന് പൂർണ്ണമായും പിന്തി, മറ്റൊരു ഫിഅലിയായ റുക്കിനിൽ ഭാഗികമായും പിന്തി, അതുകൊണ്ടും എന്തു വരുന്നില്ല? തുടർച്ചയെ ബാധിക്കുന്നില്ല. ഏതായാലും പരിപൂർണമായ തുടർച്ചയായ ഫിഅലിയായ റുക്കിനുകളിൽ നിന്ന് 2 റുക്കിന് കൊണ്ട് ഇമാമിനേക്കാൾ പിന്താൻ പാടില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, മഅ്മൂമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ഇമാം റുക്കോയിലേക്ക് പോയി.
റുക്കോയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് വന്നു. പിന്നീട് ഇമാം എഴുത്തിദാലിൽ നിന്ന് ഒന്നാമത്തെ സുജൂദിലേക്കണ്ട് കുനിഞ്ഞു. ആ സമയത്തും മഅ്മൂമ് ഖിയാമിൽ തന്നെയാണ്. ഇനി നമ്മൾ പറയുന്നുണ്ട് ബിലാ ഉദിരിൻ, കാരണം കൂടാതെയാണ് ഈ പിന്തൽ. കാരണം കൂടാതെ പിന്തുമ്പോഴാണ് ഇവിടെ പ്രശ്നമാകുന്നത്. കാരണത്തോടുകൂടെ നമുക്ക് 2 റുക്കിനൊക്കെ പിന്താം. ഫേലിയായ 2 റുക്കിന് കാരണത്തോടുകൂടെ പിന്തുന്നതിന് കുഴപ്പമില്ല. കാരണത്തോടുകൂടെ പിന്തുകയാണെങ്കിൽ 3 റുക്കിന് വരെ പിന്താം. അത് തന്നെ നല്ല നീണ്ട 3 റുക്കിന് വരെ പിന്താം. അത് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ ബിലാ ഉദിരിൻ, കാരണം കൂടാതെയാകണം. അതോടുകൂടെ തന്നെ മാ തഅമ്മുദിൻ, മനഃപൂർവം ചെയ്യലോടുകൂടെയാവണം. വ ഇൽമിൻ, അറിവോടുകൂടെയുമാകണം. അപ്പം ഈ ഏതെങ്കിലും ഒരു കാര്യം ഇല്ലാതെയായാൽ അവിടെ മഅ്മൂമിന്റെ നിസ്കാരം ബാത്തിലാകുന്നില്ല, തുടർച്ചയെ ബാധിക്കുന്നില്ല. അറിവില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ മനഃപൂർവമല്ല, മറന്നുപോയതാണ്. ഓനൊരു നിസ്കാരത്തിലേക്കാണ് കടന്നിട്ട് ഓന് ഇങ്ങനെ ഒരു ഹവേലുണ്ട്, ഏതോ ലോകത്താ ഓനുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഓഫ്ലത്ത്. അതൊന്നും ഇപ്പോൾ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇൻഫിആലാണ്. പക്ഷെ അങ്ങനെയുള്ള നിസ്കാരം വളരെ മോശമായ നിസ്കാരമാണ്. നിസ്കരിക്കുമ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മുടെ ശ്രദ്ധ നിസ്കാരത്തിൽ തന്നെ കേന്ദ്രീകരിക്കണം. നിസ്കാരത്തിൽ ചെല്ലുന്ന ദിക്റുകളിലേക്കും നിസ്കാരത്തിൽ ചെല്ലുന്ന ഖിറാഅത്തിലേക്കും ഒക്കെ ആയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനാണ് എന്തെന്ന് പറയുന്നത്, ഖുശൂഅ് എന്ന് പറയുന്നത്, ഭയഭക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ എല്ലാ ചിന്തയും അള്ളാഹുവിലേക്ക് തിരിക്കേണ്ട സമയമാണ് നിസ്കാരം. അപ്പം ഏതോ ആവട്ടെ, അങ്ങനെ ഒരാൾ തിരിച്ചില്ല, അയാൾ എന്ത് ചെയ്തു, ഗഫ്ലത്തിൽ പെട്ടുപോയി. അങ്ങനെ പോകുമ്പോൾ അയാളെ നിസ്കാരം ശരീഅത്തിന്റെ പ്രത്യക്ഷമായിട്ട് അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. ബിത്തഹരീമി വ ഇൽമിൻ മഅ തഅമ്മുദിൻ വ ഇൽമിൻ ബിത്തഹരീമി, ഹറാമാണ് എന്ന കാര്യം അറിയലോടുകൂടെ മനഃപൂർവം പ്രവർത്തിക്കലോടുകൂടെ ഉദിറില്ലാതെയാണെങ്കിൽ, അപ്പോൾ ഒരു കാരണവുമില്ല. ഇമാമിൻ്റെ കൂടെ തുടർന്നിട്ട് ഫാത്തിഹ ഒക്കെ ഓതിക്കഴിഞ്ഞിട്ടും പിന്നെ ഇമാം റുക്കോയിലേക്ക് പോയിട്ട് മഅ്മൂമ് പോയില്ല. ഇമാം എഴുത്തിദാലിലേക്ക് വന്നിട്ടും ഇവൻ റുക്കോയിലേക്ക് പോയില്ല. പിന്നെ ഇമാം എഴുത്തിദാലിൽ നിന്ന് സുജൂദിലേക്കണ്ട് കുനിയലോടുകൂടെ ഇവന്റെ നിസ്കാരം അങ്ങ് ബാത്തിലാകും. അവിടെ പറയുന്നു വൈല്ലം യക്കൂന, ഈ മഅ്മൂമ് പിന്തുന്ന ആ 2 റുക്കുനുകൾ ആയില്ലെങ്കിലും ശരി, തൊവീലൈനി, നീട്ടാൻ പറ്റിയ തൊവീലൈനിയായ 2 റുക്കിനായില്ലെങ്കിലും വേണ്ടിയില്ല. നിസ്കാരത്തിലെ റുക്കിനുകളെ നമുക്ക് 2ആക്കി തിരിക്കാം. കസീറൈനി, കസീറായ റുക്കിന്, തൊവീലായ റുക്കിന്. കസീർ റുക്കിന് പറഞ്ഞാൽ നീട്ടിയാ പാടില്ല, അങ്ങനത്തെ റുക്കിന. അത് നീട്ടിയാൽ നിസ്കാരം ബാത്തിലാവും. അതിനുദാഹരണമാണ് ഈ എഴുത്തിദാലി, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തമൊക്കെ. അതുപോലെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, അത് റുക്കിനല്ല, സുന്നത്താണ്, അതും നീട്ടാൻ പറ്റൂല. ഏതോ ആവട്ടെ. അപ്പൊ കസീറായ റുക്കിനുകൾ, എഴുത്തിദാലി, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഇതൊക്കെയാണ്. ഈ കസീറായ റുക്കിനിലും ഈ പിന്തൽ പ്രശ്നമാണ്. കാരണം കൂടാതെ പിന്തുമ്പോൾ ഫിഇലിയൈനിയായ 2 റുക്കിന് പരിപൂർണമായി പിന്തിയാൽ നിസ്കാരം ബാത്തിലായി കഴിഞ്ഞു. പിന്നെ അവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. കാരണമുണ്ടെങ്കിൽ, ശറഅ് അനുവദിച്ച കാരണമുണ്ടെങ്കിൽ പിന്താം. അല്ലാതെ ഇമാം അങ്ങ് റുക്കോയിലേക്ക് പോയാൽ ഇവനും റുക്കോയിലേക്ക് പോയിക്കൊള്ളണം. അതല്ലേ ഇമാമിനെ അംഗീകരിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഫൈൻ തഖല്ലഫ ബിഹിമ, അപ്പോ ഒരാള് ഈ ഫിഇലിയൈനിയായ 2 റുക്കിന് കൊണ്ട് പിന്തുകയാണെങ്കിൽ ബത്വലത്തു സ്വലാത്തുഹു, അവന്റെ നിസ്കാരം നിഷ്ഫലമായി, ബാത്തിലായി പോയി. ലിഫഷിൽ മുഖാലഫ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാമിനോടുള്ള എതിർപ്പ്, എതിരാവുക എന്നുള്ളത് വളരെ കഷ്ടത്രമായതിന് വേണ്ടി, വളരെ മോശമായതിന് വേണ്ടി, മോശമായ മുഖാലഫത്ത് അവിടെ വരികയാണ്. അത് ഉദാഹരണം തന്നെ എങ്ങനെ, കാൻ റകഅൽ ഇമാമു, അവന്റെ ഇമാമു റുക്കൂ ചെയ്തു, വാഴ്ത്തതല എഴുത്തിദാലും ചെയ്തു, വ ഹവാലി സുജൂദി, സുജൂദിലേക്ക് അങ്ങ് കുനിയുകയും ചെയ്തു. അപ്പൊ പരിപൂർണമായ 2 റുക്കുനി ഇമാമു മുൻകടന്നു. അപ്പൊ സുജൂദിലേക്ക് അങ്ങ് കുനിഞ്ഞു എന്ന് പറഞ്ഞാൽ ഐ സാല മിൻ ഹദ്ദിൽ ഖിയാമി, ഖിയാമിനൊരു അതിർത്തി വെച്ചിട്ടുണ്ട് നമ്മൾ.
ഖിയാമിന്റെ അതിർത്തി ഏതാ? കുറച്ചൊന്നും കൂടി ചെരിഞ്ഞ് കുഞ്ഞിയാച്ചിട്ട് ഖിയാമിന്റെ അതിർത്തിയിൽ നിന്ന് പോകൂല. റുക്കോയിന്റെ റുക്കോയിന്റെ ഏറ്റവും അക്കല്ലു റുക്കോയിലേക്കണ്ട് എത്തുമ്പോഴാണ് ഖിയാമിന്റെ അതിർത്തിയിൽ നിന്ന് അങ്ങ് പോവുക. മനസ്സിലായോ? വൽ മഅ്മൂമു ഖായിമുൻ, ഇമാമ് റുക്കോയും ചെയ്തു എഴുത്തിദാലും ചെയ്തു സുജൂദിലേക്ക് അങ്ങ് കുനിഞ്ഞു, ഖിയാമിന്റെ അതിർത്തിയൊക്കെ വിട്ടുകടന്നു. ആ സമയത്ത് വൽ മഅ്മൂമാകുന്നത് ഖായിമുൻ, അവൻ അപ്പോഴും ഖിയാമിലാണ്, അവൻ നിൽക്കുകയാണ്. ഫാത്തിഹക്ക് ഓതീണ്, ഓന് വെറുതെ നിൽക്കാണ്, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഫാത്തിഹ ഓതാൻ വേണ്ടിയൊന്നും പിന്തല്ല. പിന്നെ എന്തിനാ അവൻ അങ്ങനെ നിൽക്കണേ? അപ്പൊ അതുകൊണ്ട് അവന് ഈ മുതാബായത്തിനെ പരിഗണിക്കാത്ത വ്യക്തിയാണ്, ഇമാമിനോടുള്ള തുടർച്ചയെ പരിഗണിക്കാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് അവന്റെ നിസ്കാരം എന്ത് ചെയ്യും? ബാത്തിലാകുന്നതാണ്. വഖറജ, പുറപ്പെട്ടു, ബിൽ ഫിഅലിയൈനി, ഫിഅലിയൈനിയായ 2 റുക്ന് കൊണ്ട് മുൻകടക്കുക എന്നതുകൊണ്ട് പുറപ്പെട്ടു. അൽ ഖൗലിയാനി, ഖൗലിയാനിയായ 2 റുക്ന് പുറപ്പെട്ടു. വൽ ഖൗലിയു വൽ ഫിഅലിയു, ഖൗലിയും ഫിഅലിയും, ഒന്ന് ഖൗലിയാണ് മറ്റേത് ഫിഅലിയുമാണ്. ഇങ്ങനത്തെ 2 റുക്ന് കൊണ്ടും മുൻകടക്കലും എന്ത് ചെയ്ത്? പിന്തലും പുറപ്പെട്ടു. അപ്പോ മഅ്മൂമ് ഒരു ഫിഅലിയായ റുക്ന് കൊണ്ടേ പിന്തിയിട്ടുള്ളൂ, പിന്നെ ഒരു ഖൗലിയായ റുക്ന് കൊണ്ടും പിന്തിയിട്ടുണ്ട്. പ്രശ്നമില്ല. ഫിഅലിയൈനിയായ 2 റുക്ന് ആകുമ്പോഴേ പ്രശ്നമുള്ളൂ. റുക്കൂ എഴുത്തിദാൽ ഇത് നമ്മൾ ഫിഅലിയൈനിയായ 2 റുക്നാണല്ലോ, അത് ഖൗലിയല്ല. അപ്പൊ ഫാത്തിഹ കൊണ്ട് പിന്തി വിചാരിച്ച് കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഖൗലിയായ റുക്ന് കൊണ്ട് പിന്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അതോടുകൂടെ തന്നെ ഒരു ഫിഅലിയായ റുക്ന് കൊണ്ടും പിന്തി കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 ഖൗലിയായ റുക്ന് കൊണ്ട് പിന്തി കുഴപ്പമില്ല. ഏതോ ആവട്ടെ. അപ്പൊ അതാണ് അടുത്ത നിബന്ധന. ഇനി അടുത്തത് അദമു തഖല്ലുഫിൻ അൻഹു, ഇമാമിനെ തൊട്ട് മഅ്മൂമ് പിന്താതിരിക്കുകയും വേണം. മഅഹുമ, ഏതോടുകൂടെ? ഈ തഅമ്മുദ് ഇൽമ്, മനഃപൂർവവും അതുപോലെ തന്നെ അറിവോടും കൂടെ എന്ത് ചെയ്യുക? ഇമാമിനെ തൊട്ട് മഅ്മൂമ് അവനറിയാ പിന്താൻ പറ്റൂലാന്ന്. അതുപോലെ തന്നെ അവന് നല്ല എന്തുണ്ട്? മനസ്സിൽ ശരിക്ക് ഓർമ്മയുണ്ട്, മറന്നിട്ടൊന്നല്ല. ഈ രൂപത്തിൽ പിന്താതിരിക്കുക. ബി അക്സറ മിൻ സലാസത്തി അർക്കാനിൻ ത്വവീല, നീണ്ടതായ 3 റുക്നുകളേക്കാൾ അധികരിച്ചതുകൊണ്ട് പിന്താതിരിക്കുക. അപ്പൊ ഉദുറോട് കൂടെ ആകുമ്പോഴാണ് ആ പറഞ്ഞത്. ഫലാ യുഹ്സബു, അപ്പൊ എണ്ണപ്പെടുകയില്ല, പരിഗണിക്കപ്പെടുകയില്ല, മിൻഹ, ആ ത്വവീലായ റുക്നുകളുടെ കൂട്ടത്തിൽ, അൽ എഴുത്തിദാലു വൽ ജുലൂസു, വലാ യുഹ്സബു മിൻഹ, ആ റുക്നുകളിൽ നിന്ന് എണ്ണപ്പെടുകയില്ല, അൽ എഴുത്തിദാലു വൽ ജുലൂസു ബൈന സജദത്തൈനി, എഴുത്തിദാലും അതുപോലെ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തവും എന്ത് ചെയ്യൂല? ഈ അവസരത്തിൽ കടന്നു വരൂല. കാരണം അത് 2 കസീറായ 2 റുക്നുകളാണ്. ത്വവീലായ 2 റുക്നുകൾ, 3 റുക്നുകൾ എന്ത് ചെയ്യണം? ഒരു പിന്താള എന്തുണ്ട്? അർഹത ഉണ്ട്, കാരണത്തോടു കൂടെയാകുമ്പോൾ. ബി ഉദിരിൻ, ഉദുറോട് കൂടെ. എങ്ങനത്തെ ഉദറാണ്? ഔജബഹു, ആ പിന്തലിനെ നിർബന്ധിച്ചിരിക്കുന്നു, അങ്ങനത്തെ ഉദർ. നിർബന്ധമായും പിന്തേണ്ട ഒരു ഉദറാണ് അവനുള്ളത്. ഉദാഹരണത്തിന് ഫാത്തിഹ പൂർത്തിയാക്കിയിട്ടില്ല, ഫാത്തിഹ പൂർത്തിയാക്കിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ, മുവാഫിഖാവുമ്പോ മസ്ബൂഖറ്റ അല്ല താനും. അങ്ങനത്തെ ഘട്ടത്തിൽ ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവന് ത്വവീലായ 3 റുക്നുകൾ വരെ പിന്താവുന്നതാണ്. ഐ ഇഖ്തലാ വുജൂബ ദാലിക തഖല്ലുഫി, ആ പിന്തലിനെ നിർബന്ധമായും തേടുന്നതായ ഒരു കാരണത്തോടു കൂടെയാണെങ്കിൽ അവന് എത്ര വരെ പിന്താ? 3 ത്വവീലായ റുക്ന് വരെ പിന്താം. ഏതുപോലെ ഉദർ ഏതുപോലെ? ഇസ്റാഇ ഇമാമിൻ ഖിറാഅത്തൻ, ഇമാമിന്റെ ഓത്തിനെ വേഗത്തിൽ നിർവഹിക്കും പോലെ, ഉളരിപ്പിക്കൽ പോലെ. ഇമാമ് സൂപ്പർ ഫാസ്റ്റ് ആയിട്ടാണ് ഓതണത്, ഇവനാണെങ്കിൽ ഒരു പാവ, അവന് വളരെ സാവധാനേ ഓതാൻ കിട്ടുള്ളൂ. ഇമാമ് ഫാത്തിഹ ഓതി കഴിയുമ്പോൾ ഇവന് മാലിക് യൗമിദ്ദീൻ എത്തിയിട്ടുണ്ടാവില്ല. ഈ രൂപത്തിൽ ഇവരൊരു ഓട്ടോറിക്ഷ പോണാതിരിയെ പോവുള്ളൂ, ഇമാമ് ബെൻസ് പോണാതിരി പോവും. വളരെ വേഗത്തിലാണ് ഇമാമിന്റെ പോക്ക്. അങ്ങനെ ആകുമ്പോൾ ഈ സാധു എന്ത് ചെയ്യും? ഇവൻ ഫാത്തിഹ ഓതി കഴിയുമ്പോഴേക്ക് ഇമാമ് റുക്കോയിലേക്ക് പോകും. ഇമാമിന്റെ റുക്കോയിൽ ഇമാമ് എത്രയും പെട്ടെന്ന് ആ ദിക്റൊക്കെ ചൊല്ലി ഇമാമ് എഴുന്നേൽക്കും, എഴുത്തിദാലിലേക്ക് വരും. അങ്ങനെയാണ്
നിസ്കാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൽ ഇമാമു വൽ മൗമൂമു മൗമൂമാകുന്നത് ബതീഉൽ ഖിറാഅത്തി, ഖിറാഅത്ത് വളരെ സാവധാനത്തിൽ നിർവഹിക്കുന്ന വ്യക്തിയാണ്. അതെന്തിനു വേണ്ടി? അജിസിൻ ഖിൽഖിയിൻ, ചില ആളുകൾ അങ്ങനെയാണല്ലോ, ഖിൽഖിയായിരിക്കുന്ന അശക്തി ഉണ്ടോ? ഖിൽഖിയായ ശക്തി എന്ന പ്രകൃതിയിൽ തന്നെ ഒരു സാവധാനം നിർവഹിക്കാവുന്ന പരിപാടി. പ്രകൃതിയിൽ തന്നെ ഓനൊരു ഒരു ഒരു എന്തില്ല ഉഷാറില്ല. ഏത് കാര്യത്തിനും ഒരു നനഞ്ഞ പൂച്ചൻ്റെ മാതിരിയാണ് ഓനുള്ളത്. അടുത്ത വീട്ടിലെ കള്ളം കടന്നപ്പോൾ ആ വീട്ടുകാരൻ ശബ്ദമുണ്ടാക്കി അയൽവാസിയെ വിളിച്ചു. അപ്പോൾ അടുത്ത അയൽവാസി ആരാണ്? ഒരു സാധുവായ മനുഷ്യനാണ്. അയാൾ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് തുണിയും കുപ്പായൊക്കെ മാറ്റി ടോർച്ചൊക്കെ എടുത്ത് ആക്കം പോലെ ഇങ്ങനെ വന്നപ്പോഴേക്ക് കള്ളന്മാർ അവർക്ക് ചെയ്യാനുള്ള കാര്യമൊക്കെ വളരെ പെട്ടെന്ന് നിർവഹിച്ച് സ്ഥലം വിട്ടിട്ടിട്ട് ഇയാൾ കോളിമ്പല്ലൊക്കെ അമർത്തി വന്നിട്ട് പറയാ, ഞാൻ എത്തിയിരിക്കുന്നു എന്ന്. ഇങ്ങനത്തെ ആളുകളുണ്ടാവും നമ്മളെ കൂട്ടത്തിൽ. ഒരു പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയാത്ത ഹിൽക്കിയായ പ്രകൃതിപരമായി തന്നെ അശക്തിയുള്ള ആളുകളുണ്ടാകും. അവരോട് നമ്മൾ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരെ പിറകിൽ വലിയ വെടി നമ്മൾ പൊട്ടിച്ചാൽ പോലും വളരെ സാവധാനം മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെയുള്ള ഒരു മഹ്മൂമാണ് ഈ മഹ്മൂമ്, സാധു. ആ സാധു എത്ര അവൻ്റെ കഴിവിൻ്റെ പരമാവധി ശക്തിയെടുത്ത് സ്പീഡ് കൂട്ടി അവൻ ഓതിയാലും ഇമാമിൻ്റെ കൂടെ എത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണുള്ളത് എങ്കിൽ അവൻ എന്ത് ചെയ്യാം? അവൻ്റെ ആ ഫാത്തിഹ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇമാമിനേക്കാൾ അവന് പിന്താം. 3 തൊവീലായ റുക്കിന് വരെ പിന്താം. അവിൽ ലാലി വസ്വസത്തിൻ, പൈശാചികമായ ഒരു കാര്യമാണ് ഈ വസ്വസത്ത് എന്ന് ഞാൻ നാളെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിശാചിൻ്റെ ഒരു ഇടപെടലാണ് നമ്മളെ ഹൃദയത്തിൽ. പിശാച് എന്ത് ചെയ്യാണ്? ഇടപെടുകയാണ് ഈ വസ്വാസി എന്ന് പറയുന്നത്. ആ വസ്വാസിന് എന്തില്ല? ശറയിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് തന്നെ വസ്വാസ് ഉണ്ടായതിനു വേണ്ടി ചില ആളുകൾ ഇങ്ങനെ ബിസ്മി ഇങ്ങനെ ഓതി പിന്നെ അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ ഒരു 10 വട്ടം ഓതി, പിന്നെ അർറഹ്മാനുർ റഹീം എന്നുള്ള ഒരു 3 വട്ടം ഓതി, പിന്നെ അതിൻ്റെ ശേഷമുള്ളത് ഒരു 10 വട്ടം ഓതി. അങ്ങനെ ഓതുന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വസ്വാസാണ്. ആ വസ്വാസിന് വേണ്ടിയിട്ട് പിന്താൻ എന്തില്ല? ശറയിൻ്റെ ഭാഗത്ത് വകുപ്പില്ല. വസ്വാസ് ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാന്നല്ലാതെ വസ്വാസിനൊരിക്കലും അടിമപ്പെടാൻ ശറ എന്ത് ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കുകയില്ല. അവിൽ ഹറക്കാത്തി, അല്ലെങ്കിൽ ഇവൻ ആരാണ്? ഇമാമ് വളരെ പെട്ടെന്ന് ചലനം ശേഷിയുള്ള ആളാണ്, ചലിക്കണ ആളാണ്. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ചില മൗമൂമ് പറ്റ വയസ്സായ ഒരാളാണ്, വളരെ പതുക്കെ അയാൾക്ക് ചലിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ മൗമൂമിനിക്ക് ഇമാമ് ചെയ്ത ഉടനെ തന്നെ ചെയ്യാൻ കഴിയൂല. ആ ഘട്ടത്തിൽ അവന് ഉദുറുണ്ട്. മൗമൂമിനിക്ക് എന്തുണ്ട്? അവിടെ കാരണമുണ്ട്, ഉദുറുണ്ട്. അങ്ങനെ ഉദുറുള്ള ഘട്ടത്തിൽ ഇമാമിനേക്കാൾ ഇവന് 3 റുക്കിന് വരെ പിന്താവുന്നതാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാരണവുമില്ലാതെ 2 റുക്കിന് പിന്താവുന്നതാണ്. കാരണത്തോടു കൂടെയാണെങ്കിൽ തൊവീലായ 3 റുക്കിന് വരെ പിന്താവുന്നതാണ്. വന്തിലാരി, പിന്നെതാ ഇപ്പോൾ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ഇമാമ് വളരെ സ്പീഡുള്ള ആളും മൗമൂമ് വളരെ പതുക്കെ സ്ലോ ആകുന്ന ആളുമായാൽ അവിടെ എന്ത് കിട്ടുന്നുണ്ട്? എഴുതരുണ്ട്. അതുപോലെ തന്നെ വന്തിലാരി മൗമൂമിൻ, മൗമൂമ് പ്രതീക്ഷിക്കൽ പോലെ സെക്തഹു, ഇമാമിന്റെ സെക്തയെ പ്രതീക്ഷിച്ചു. അതായത് ഇമാമിന് ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സൂറത്ത് ഓതുന്നതിൻ്റെ മുമ്പ് കുറച്ച് സമയം മൗമൂമിന് ഫാത്തിഹ ഓതാൻ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കൽ സുന്നത്തുണ്ട്. ആ മിണ്ടാതിരിക്കലിനാണ് സെക്ത എന്നറിയുന്നത്. മൗനം ദീക്ഷിക്കുക. ആ ഇമാമ് അങ്ങനെ മൗനം ദീക്ഷിക്കും. ഇമാമിൽ നിന്ന് അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് മൗമൂമ് ഫാത്തിഹ തുടങ്ങില്ല. എന്ത് സംഭവിച്ചു? ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞ ഉടനെ തന്നെ സൂറത്തണ്ട് ഓതി. അതന്നെ ഏത് സൂറത്താ ഓതിയ? ഏറ്റവും ചെറിയ ഇന്നാഴ്ത്തതിനാക്കൽ കൗസർ.
ചില ആൾക്കാർ അങ്ങനെയല്ല, ചെറിയ സൂറത്തോടെ ഒരു ജീവിക്കലെന്നെ ഏതോ ആവട്ടെ. അപ്പോൾ പറ്റ ചെറിയ സൂറത്ത് ഇമാമണ്ട് ഓതിയിട്ട് ഇമാമ് റുക്കോയിലേക്കണ്ട് പോയി. ഈ സാധു ആകെ ടെൻഷനായി. എന്താ ചെയ്യാ? ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയില്ലല്ലോ. ഐ സെക്തത്തൽ ഇമാമി, ഇമാമിന്റെ സെക്തയെ പ്രതീക്ഷിക്കൽ പോലെ, ലി യഖ്റഅ ഫീഹ, മൗമൂമ് ആ സെക്തയിൽ ഓതുന്നതിന് വേണ്ടി അൽ ഫാത്തിഹത്ത ഫാത്തിഹ ആ മൗനത്തിലെ ഫറക അഖിബഹ, ഇമാമാണെങ്കിലോ സൂറത്തന്നെ ഓതില. സൂറത്ത് ഓതൽ നിർബന്ധമില്ലല്ലോ. ഇമാമ് സൂറത്തന്നെ ഓതില, ഇമാം ഒരൊറ്റ റുക്കോയിലേക്കുള്ള പോക്ക. എന്നാൽ അവന് എന്ത് ചെയ്യാം? അവിടെ തന്നെ റുക്കുവിലേക്കട് പോകാൻ പാടില്ല. ഫാത്തിഹ മുഴുവനും അവൻ ഓതി തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം ഇവന് എന്നല്ലേ ഫാത്തിഹ ഒഴിവാക്കാൻ വകുപ്പില്ലല്ലോ, മസ്ബൂക്കല്ലല്ലോ. ഇമാമിനോട് കൂടെ ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയ ആളാണിവൻ. എങ്കിൽ അവൻ ഫാത്തിഹ മുഴുവനും ഓതാൻ വേണ്ടി ഇവൻ എന്താവും? ഇമാമിനെ തൊട്ട് തൊവീലായ 3 റുക്കിന് വരെ പിന്താവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇന്ന് അവിടെ നിൽക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി.